ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നതേ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും റോഡ് പണികൾ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടിലും അങ്ങനെ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ടോ? അപ്പോൾ മോശമായ റോഡുകൾ റീവർക്ക്, പാച്ച് വർക്ക് അങ്ങനെയുള്ളതും അങ്ങനെ കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് റോട്ടിനൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാട്ടുകാരത് സഹകരിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് കുറ്റം പറയാൻ വന്നതല്ല. അതിൽ വേറൊരു കാര്യം കണ്ടത്, നല്ല റോഡുകൾ, അതായത് നമ്മൾ കുറ്റം പറയാനില്ലാത്ത നല്ല റോഡുകളിൽ പുതിയ റോഡ് ഇടുകയാണ്. അതും കുഴപ്പമില്ല, നടന്നോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ ഈ റീവർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലേ, അത് ബുദ്ധിമുട്ട് ഒന്നുകൂടെ കൂടുന്ന കണ്ടീഷനിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്ന്. അതിന് പുറമെ ഞാൻ സ്ഥിരം വർക്കിന് പോകുന്നൊരു റൂട്ടുണ്ട്. കുനിശ്ശേരിയിൽ നിന്ന് കോട്ടയക്കുളം പോണ വഴിക്ക് ചെറുപ്പുളിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ വഴിക്കാണ് എപ്പോഴും വർക്കിന് പോകാറുള്ളത്. അപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. അതായത് മുഴുവനായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഇതിൽ റോഡുണ്ടോ കുഴിയുണ്ടോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡാണോ കുഴിയാണോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഇത്രയും യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത റോഡ് ആർക്കും കണ്ണിൽ കാണുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് നല്ല റോഡിൻ്റെ മുകളിൽ അവർ വീണ്ടും വീണ്ടും റോഡ് ഇട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എന്തുകൊണ്ടാണ് അധികാരികളുടെ കണ്ണിൽ പെടുന്നില്ല എന്നതാണ് എൻ്റെ ഒരു സംശയം. എരുമിയൂർ 2 പഞ്ചായത്തിൽ വരുന്ന റോഡാണ്. കുനിശ്ശേരിയിൽ നിന്ന് കോട്ടയക്കുളം പോകുന്ന വഴിക്ക് ചെറുപ്പുളിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ മാത്രമല്ല, ഇതേപോലെ പല സ്ഥലങ്ങളിലും യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട് റോഡുകൾ ഇപ്പോഴും ഉണ്ട്. ഇതിന് വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നെന്മാറയിൽ നിന്ന് അടിപ്പരണ്ട പോണ വഴി, നെന്മാറ മുക്കുന്ന് അടിപ്പരണ്ട പോണ വഴിക്ക് അടിപ്പരണ്ട എത്തുന്നത് വരെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത് അറിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് വേണ്ടി അടിപ്പരണ്ട പോകുമായിരുന്നു. എന്തിനാ ഈ വഴിക്ക് വന്നതെന്ന് തന്നെ ഞാൻ ആലോചിച്ച് പോയി. ഇല്ലെങ്കിൽ പിന്നെ നെന്മാറയിൽ നിന്ന് നമ്മൾ പോത്തുണ്ടി പോണ വഴിക്ക് അങ്ങനെ കയറിയിട്ട് അങ്ങനെയും പോവുക അടിപ്പരണ്ടയ്ക്ക്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കൂടുതലാണ്. നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയണമല്ലോ, അറിയാതെയല്ലേ നമ്മൾ ഇതിലൂടെ പോണത്. അപ്പോൾ ഇതിൽ കൂടെ വന്നപ്പോൾ ഇനി ഈ റോഡ് എപ്പോൾ നന്നാവും എന്നുള്ളൊരു സംശയമായി. അതായത് നല്ല റോഡിൻ്റെ മുകളിൽ റോഡുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് അവർ. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ആരുടെയും കണ്ണിൽ പെടുന്നില്ല. ഇത് നമ്മളിതിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ ശരിയാക്കാനുള്ള റോഡുകളുണ്ടോ? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുമോ? നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ വീഡിയോ ഏതെങ്കിലും അധികാരികളുടെ മുമ്പിലെത്തിയിട്ട് ഇത് കണ്ടിട്ടെങ്കിലും അവർക്ക് ഇന്ന ലൊക്കേഷനിൽ റോഡ് പണികൾ ഇനിയും നടത്താനുണ്ട് എന്നുള്ളത് അറിയുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ നടക്കുന്ന റോഡ് പണികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നും പറയുമോ? ഇതേപോലെ നമ്മളുടെ വേറൊരു സുഹൃത്ത് റോഡ് പണി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൽ ടാറൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഈ മെറ്റൽ മാത്രമായിട്ട് നാട്ടുകാരും ഇയാളും കൂടിയിട്ട് കൂട്ടിപ്പെറുക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. കയ്യിൽ വാരി എടുത്തിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നതിൻ്റെ അവസ്ഥയൊക്കെ ഇത് തന്നെയാണ്. ഒന്ന്, പണി ചെയ്യുന്നത് രൂപമില്ല, മറ്റൊന്ന് എവിടെ ചെയ്യണോ അവിടെ ചെയ്യില്ല. അപ്പോൾ ഇതാണിപ്പോൾ നടക്കുന്ന റോഡ് പണികളുടെയൊക്കെ അവസ്ഥ. പക്ഷേ ചില സ്ഥലങ്ങളിൽ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതിനിപ്പോൾ കോൺട്രാക്ടർമാർ മാറിയതിൻ്റെയാണോ അതോ ഇനിയിപ്പോൾ ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഓരോ വില്ലേജ് അതിൽപ്പെട്ട അധികാരികൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യിപ്പിക്കുന്നതാണോ ഒന്നും അറിയില്ല. ഇതും ഞാൻ പറഞ്ഞ സെയിം റൂട്ട് തന്നെയാണ്. ഇത് ബസ് റൂട്ട് അല്ലെങ്കിലും സ്കൂൾ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും അങ്ങനെ ലോഡ് വണ്ടികളെല്ലാം പോകുന്ന റൂട്ടാണ്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതിലൂടെ വണ്ടികൾ പോകുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ്. എപ്പോഴാണ് പൊട്ടി വണ്ടി മറിയുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു തോടാണ്, ഒരു തോടിൻ്റെ ഒരു പാലമാണ്, അതിൻ്റെ സൈഡാണിത് ഈ അവസ്ഥയായി കിടക്കുന്നത്. എത്ര ചെറിയ റോഡാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനിടയിൽ ഒരു വലിയ വണ്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. ആ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? പൊളിഞ്ഞിട്ട് അറിയാതെ സൈഡിലേക്കൊന്ന് ടയർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ അവസ്ഥ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരി എന്നാൽ.